സമകാലികം. ഇന്റർനെറ്റ് നമ്മുടെ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറിയ ഈ ഡിജിറ്റൽ യുഗത്തിൽ ഉള്ളടക്ക നിർമ്മാണത്തിന്റെ വിവിധ രൂപങ്ങൾ ജനപ്രീതി നേടി. അക്കൂട്ടത്തിൽ എടുത്തു പറയേണ്ട ഒന്നാണ് ഫുഡ് വ്ളോഗിംഗ്. ഇതിന്റെ വിവിധ വശങ്ങളെക്കുറിച്ചാണ് ഇന്ന് സമകാലികം സംസാരിക്കുന്നത്. ഞാൻ അനുരാധ ഹരീഷ്, എറണാകുളത്ത് താമസിക്കുന്നു. ബ്ലോഗ്സ് എന്ന് പറയുമ്പോൾ എഴുത്ത് മാത്രമേ ഉള്ളൂ, അപ്പൊ അതില് അഡ്വഞ്ചർ കുറച്ച് കുറവാണ്. പക്ഷെ വ്ളോഗ് വിഷ്വൽ മീഡിയ ആയ കാരണം തന്നെ അതിന്റെ കണ്ടന്റ് കൺസ്യൂം ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഞാനും ഈ വ്ളോഗ്സ് ഒക്കെ കണ്ട് കുറെ റെസ്റ്റോറൻറ്റ്സിൽ പോയി കഴിച്ചിട്ടുമുണ്ട്. ആൻഡ് ഈ വ്ളോഗ്സ് കാരണം എന്റെ വീട്ടിലും ഇറ്റാലിയൻ ഫുഡും ചൈനീസ് ഫുഡും ഒക്കെ ഇപ്പോഴും ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോഴാണ് മനസ്സിലാവുന്നത് കൊറിയൻ ഫുഡ് വേറെ, ജപ്പാനീസ് ഫുഡ് വേറെ, ചൈനീസ് ഫുഡ് വേറെ എന്ന്. ഇറ്റാലിയൻ ക്വിസീൻ ആയാലും സ്പാനിഷ് ക്വിസീൻ ആണെങ്കിലും അതിന്റെയൊക്കെ വൈവിധ്യം ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതുമാതിരി തന്നെ ഞാൻ മറന്നുപോയിരുന്ന കുറെ റെസിപ്പീസ്, എന്റെ അമ്മൂമ്മയൊക്കെ പണ്ട് കുക്ക് ചെയ്തിരുന്ന കാര്യങ്ങള് ഈ വ്ളോഗ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഫുഡ് വ്ളോഗിംഗ് എത്ര പേർക്കാണ് അത് ജോലി അവസരങ്ങൾ നൽകിയിരിക്കുന്നത്. ഇവര് കാരണം എത്ര റെസ്റ്റോറൻറ്റ്സ് ആണ് പോപ്പുലർ ആയിരിക്കുന്നത്, എത്ര ക്വിസീൻസ് ആണ് പോപ്പുലർ ആയിരിക്കുന്നത്. പക്ഷെ ഈ വ്ളോഗേഴ്സിന് എങ്ങനെയാ കാശ് കിട്ടണത്? അവർക്ക് കണ്ടന്റ് ഉണ്ടാക്കണം, ആ കണ്ടന്റ് വൈറൽ ആവണം. എത്ര ആൾക്കാർ കാണുന്നോ അത്രയും കാശ് അവർക്ക് ഉണ്ടാക്കാൻ പറ്റും. അനദർ വേ അവർക്ക് കാശ് ഉണ്ടാക്കാൻ പറ്റണത് കൊളാബറേഷൻ ചെയ്യുമ്പോഴാണ്. ഫുഡ് വ്ളോഗേഴ്സ്, വെരി ഫേമസ് ആയ ആൾക്കാരെ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയും. ദേ ഹാവ് എ ലോട്ട് ഓഫ് ഫോളോയിങ്. ഈ റെസ്റ്റോറൻറ്റ്സ് എന്ത് ചെയ്യുന്ന വെച്ചാല് ഈ ഇൻഫ്ലുവൻസേഴ്സ് അവരുടെ റെസ്റ്റോറന്റിൽ ആഹാരം കഴിക്കാൻ വേണ്ടി വിളിച്ചിട്ട് എല്ലാ ആഹാരവും നല്ല റിവ്യൂ ചെയ്താല് ആ റിവ്യൂസ് കണ്ടിട്ട് ഇവരുടെ ഫോളോവേഴ്സ് റെസ്റ്റോറന്റിൽ വന്ന് കഴിക്കും. അങ്ങനെ ആ റെസ്റ്റോറന്റ് പേര് വലുതാവുകയും ചെയ്യും, ഈ ഇൻഫ്ലുവൻസറിന് കാശ് കിട്ടുകയും ചെയ്യും. ബട്ട് അവർക്ക് ഇത് പെയ്ഡ് പ്രൊമോഷൻ ആയ കാരണം എത്രത്തോളം സത്യസന്ധമായ റിവ്യൂസ് ആയിരിക്കും എന്നുള്ളത് വ്യൂവേഴ്സിന് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. വെരി ഫേമസ് ടൈപ്പ് ഓഫ് ഫുഡ് വ്ളോഗിംഗ് ഫ്രം കൊറിയ. അതില് ഒരു മെലിഞ്ഞ സുന്ദരിയായ സ്ത്രീ ഒരു വലിയ പ്ലേറ്റ് നിറച്ചും ആഹാരം കഴിക്കണത് റെക്കോർഡ് ചെയ്ത് യൂട്യൂബിലും ടിക്ടോക്കിലും ഇടും. ഇത് കണ്ടിട്ട് നമ്മൾ ആരെങ്കിലും അത്ര ആഹാരം കഴിക്കാൻ പോയാല് അടുത്ത ദിവസം തന്നെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവേണ്ടി വരും. ഇത് തന്നെയാണ് കുറെ ഡോക്ടേഴ്സും പറയണത്, ഇത് കണ്ടിട്ടൊന്നും ഇൻഫ്ലുവൻസ്ഡ് ആവരുത് എന്ന്. മാത്രമല്ല കുറെ പേര് മനസ്സിലാക്കാത്ത കാര്യം, ഈ ഫുഡ് വ്ളോഗേഴ്സ് എഡിറ്റ് ചെയ്ത കണ്ടന്റ് ആണ് ഇടുന്നത്. ഈ എഡിറ്റിംഗിൽ തന്നെ അവർ കുറെ കാര്യങ്ങള് കട്ട് ചെയ്ത് അവർക്ക് ആവശ്യമുള്ളത് മാത്രം വെച്ചിട്ടാണ് അവർ കണ്ടന്റ് പോസ്റ്റ് ചെയ്യണത്. പ്രോട്ടീനിനെ കുറിച്ചും കാർബോഹൈഡ്രേറ്റ്സിനെ കുറിച്ചും ഫാറ്റ്സ്, ലിപ്പിഡ് പ്രൊഫൈൽ ഇതിനെ കുറിച്ചൊക്കെ എനിക്ക് കൂടുതൽ നോളേജ് കിട്ടിയിരിക്കുന്നത് ഈ ഫുഡ് വ്ളോഗേഴ്സിന്റെയും പിന്നെ ഈ ഇന്റർനെറ്റ് കണ്ടന്റ് വഴിയാണ്. ബട്ട് സാഡ്ലി അത് കാരണം കൊണ്ട് തന്നെയാണ് ഈ ന്യൂ ഡയറ്റ്സും നമ്മളുടെ ലൈഫിൽ വരണത്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാല് ഈ ഫുഡ് വ്ളോഗേഴ്സ് കുറെ ഫോട്ടോ എടുത്തിടും. എന്തോ അവര് എല്ലാ ദിവസവും ഭയങ്കര എക്സോട്ടിക് ആയിട്ടുള്ള ഫുഡാണ് കഴിക്കണേ എന്നുള്ള മാതിരി. ഈയിടെ വേറൊരാള് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതില് ഒരു ഫുഡ് വ്ളോഗർ ഒരു റെസ്റ്റോറന്റിൽ പോയിട്ട് 5 or 6 സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ട് ഓരോ സാധനം കഴിക്കണേക്കാട്ടും മുമ്പ് അദ്ദേഹം ഡ്രസ്സ് മാറും, എന്നിട്ട് ഒരു ഫോട്ടോ എടുക്കും, ആംഗിൾ മാറ്റിയിട്ടും ലൈറ്റ് മാറ്റിയിട്ടൊക്കെ. അപ്പൊ അയാൾക്ക് 7 ദിവസത്തിനുള്ള കണ്ടന്റ് ഒറ്റ ദിവസം കൊണ്ടാണ് കിട്ടുന്നത്. ഇതൊന്നും ഫോളോവേഴ്സിന് അറിയില്ല. പിന്നെ മാത്രല്ല അയാള് എപ്പോഴും എക്സസൈസ് ചെയ്യുന്നതാണ് പറയണത്. ഈ ഹൈ കാലറി ഡയറ്റ് കഴിച്ചിട്ട് എക്സസൈസ് ചെയ്യാണ്ടിരുന്നാല് എന്താവാനാണ് മനുഷ്യരുടെ ദേഹം? ഫുഡ് വ്ളോഗിങ് വളരെ നല്ല കാര്യമാട്ടോ, അതിലൊരു സംശയമില്ല. പക്ഷെ ഈ പ്രേക്ഷകരും ഫോളോവേഴ്സും ഒക്കെ ഒരു കാര്യം മറക്കരുത്, ഫുഡ് വ്ളോഗിങ് ചെയ്യണ വ്ളോഗർ അയാളുടെ വരുമാന മാർഗമാണ് ഈ ഫുഡ് വ്ളോഗിങ്. അല്ലാണ്ട് അയാള് നമ്മൾക്ക് ജ്ഞാനം തരാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഈ ഫുഡ് വ്ളോഗിങ് ചെയ്യണത്. ഹീ ഈസ് ഏർണിങ് മണി. അപ്പോൾ ഈ ഒരു അറിവ് കൂടി വെച്ചോണ്ട് വേണം നമുക്ക് ഈ ഫുഡ് വ്ളോഗേഴ്സിനെ ഫോളോ ചെയ്യാനും റെക്കമെൻഡ് ചെയ്യണ റെസ്റ്റോറൻറ്റിലോട്ട് പോവാനും പിന്നെ അയാൾ കുക്ക് ചെയ്യുന്ന ഫുഡ് നമ്മൾ നമ്മുടെ വീട്ടിൽ ചെയ്യുമ്പോൾ ഈ കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത്. അത്ര മാത്രമേ ഉള്ളൂ. ഭക്ഷണം കഴിക്കുന്നതിൻ്റെയോ ആദ്യം മുതൽ ഒരു വിഭവം ഉണ്ടാക്കുന്നതിൻ്റെയോ അനുഭവത്തെക്കുറിച്ചുള്ള വീഡിയോകൾ ആണല്ലോ ഫുഡ് വ്ളോഗുകൾ. ഇവ ഇന്ന് ലോകമെമ്പാടുമുള്ള ഭക്ഷണപ്രിയരെയും പാചകപ്രിയരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിൽ വലിയ പങ്കാണ് വഹിച്ചുകൊണ്ടിരിക്കുന്നത്. വേറിട്ട സാധ്യതകളാണ് ഇത് പ്രദാനം ചെയ്യുന്നത് എങ്കിൽ കൂടി
വ്ളോഗേഴ്സ് കാണിച്ചു തരുന്ന ഭക്ഷണങ്ങളെയും ഭക്ഷണശാലകളെയും മാത്രം അന്ധമായി നമ്പല്ലേ. പണി കിട്ടും ചിലപ്പോൾ. നിർവഹണം റിയ. സഹായം TP വിവേക്. സമകാലികം.